ഇപ്പൊ 10:20 സമയമില്ല. ലഡു കൊടുക്കാൻ പോവാ. എന്തിനു ലഡു കൊടുക്കണ? നമ്മള് ലാസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ബി.എഡിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ അവസാന ദിവസമായിരിക്കുകയാണ്. 4 മാസത്തെ കഠിന പ്രയത്നങ്ങൾ, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും, ഞങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളും പയറ്റിയത് ഈ ഒരു വിദ്യാലയത്തിലായിരുന്നു. KUT സ്കൂൾ മൂവാറ്റുപുഴ. ഒരുപാട് ഓർമ്മകളായി ഇറക്കുന്ന നിമിഷങ്ങൾ, അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇത് ശരിക്കും ഇത് ഒരുപാട് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം അതിങ്ങനെ കാണുന്നൊരു മെമ്മറിയാണ്. ലാസ്റ്റ് ദിവസം ഞങ്ങൾ ലഡു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലായിരുന്നു. വളരെ വളരെ വിഷമമുള്ളൊരു സമയം കൂടെയായിരുന്നു. കാരണം ഇനി ആ കുട്ടികളെ കാണാൻ എപ്പോഴാണ് ഭാഗ്യം ലഭിക്കുക എന്നറിയില്ല. ഞങ്ങളുടെ ഒപ്പം 4 മാസം ഞങ്ങളെ സഹിച്ച്, അതുപോലെ ഞങ്ങളെ മനസ്സിലാക്കി, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്, ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ടീംസായിരുന്നു അവിടുത്തെ കുട്ടികൾ. ഇതാണ് ഞങ്ങളുടെ ഫർഹാൻ എപ്പോഴും ഒരു നാണം തന്നെയാണ്. കാരണം അത്രയും കുട്ടികളുടെ ഇടയിൽ അവൻ ഒറ്റക്ക് ആണ് പഠിക്കുന്നത്. അവിടെ പടിയിറങ്ങാണ് സത്യത്തിൽ. ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് 8ാം ക്ലാസ് കുട്ടികളെ, 8ഉം 9ഉം ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെയായിരുന്നു. അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ റെഡിയായിരുന്നു. ബി.എഡിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി.എഡിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റേൺഷിപ്പ്. 4 മാസമാണ് ഉള്ളത്. 2 വട്ടം ഇൻറ്റേൺഷിപ്പ് ഉണ്ടാകും. പ്രധാനമായിട്ടും അതിൽ നമ്മൾ ആദ്യ സെമസ്റ്ററിൽ പഠിച്ചതിന് ശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. ആ ഇൻറ്റേൺഷിപ്പിന് നമുക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ എന്താ പറയുക ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കാനുള്ളൊരു നിമിഷമാണ് യഥാർത്ഥത്തിൽ 4 മാസത്തെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ബി.എഡ് 2 വർഷം പഠിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുന്ന ഒരു നിമിഷം ഈ ഇൻറ്റേൺഷിപ്പായിരിക്കും. പലരും പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും ബി.എഡ് കൃത്യമായിട്ട് ആസ്വദിച്ച് പഠിക്കാൻ, ബി.എഡിൻ്റെ ഒരു സിറ്റുവേഷനും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുന്ന ആളുകൾക്ക് ഇൻറ്റേൺഷിപ്പുകളൊക്കെ വളരെ ആസ്വാദികരമായിരിക്കും. ഏത് സ്കൂളിൽ പോയാലും അതാത് സ്കൂളിൻ്റെ ഒരു അനുഭവം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അനുഭവം എന്ന് പറയുമ്പോൾ ചില സ്കൂളിൽ പ്രയാസമായിരിക്കാം. കുട്ടികളുടെ സ്വഭാവം, അധ്യാപകരുടെ സ്വഭാവം, പ്രിൻസിപ്പാളിൻ്റെ സ്വഭാവം, അവിടുത്തെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൽ നമുക്ക് ലഭിക്കും. ഞങ്ങളുടെ ഈ സ്കൂളെന്ന് പറയുന്നത് ഇതിലൊക്കെ വളരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും തന്നിരുന്നില്ല. എപ്പോഴും ബി.എഡ് വിദ്യാർത്ഥിയുടെ ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്നതാണ്. മറ്റുള്ള അധ്യാപകർ കൃത്യമായിട്ട് വരാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് ചെല്ലുന്ന സമയം വല്ല കലോത്സവമോ അവിടുത്തെ ആനുവൽ ഡേയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അധികവും സബ്സ്റ്റിറ്റ്യൂട്ട് തരും. നമ്മൾ പഠിക്കുന്ന നമ്മൾ 8ഓ 9ഓ പഠിപ്പിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നമ്മൾ LKG UKG ഒക്കെ ആയിരിക്കും. ശരിക്കും നമ്മൾ ആസ്വാദികരമാക്കാനാണെങ്കിൽ LKG UKG വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞെടുക്കാനുള്ള സമയം നമുക്ക് കിട്ടും. ഇൻറ്റേൺഷിപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MBA വളരെ അടിപൊളിയായിരുന്നു.
ഒരുപാട് പീരീഡുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുപാട് വർക്കുകൾ, ഒരുപാട് പെൺകുട്ടികൾ ആണ് ഇൻറ്റേൺഷിപ്പിന് ഉണ്ടായിരുന്നു. 4 പെൺകുട്ടികൾക്കിടയിൽ ഒരു ആൺകുട്ടി എന്ന നിലക്ക് എനിക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുണ്ടായിരുന്നു. അസംബ്ലി, ഡിസിപ്ലിൻ, പുറത്ത് പോസ്റ്റ് ഓഫീസിൽ പോകൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡ്യൂട്ടികളും വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അനുഭവങ്ങളാണ്. ബി എഡിൻ്റെ നമ്മുടെ യഥാർത്ഥ മാധുര്യം കിടക്കുന്നത് ഇൻറ്റേൺഷിപ്പിലാണ്. എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു, ഭാവിയിൽ നമ്മളൊരു അധ്യാപകനാകാൻ പോകുമ്പോൾ കുട്ടികളെങ്ങനെ കാണണം, ഒരുപാട് സ്നേഹനിധിയുള്ള അധ്യാപകരെ നമുക്ക് കിട്ടും, വിദ്യാർത്ഥികളെ കിട്ടും. ഇതൊക്കെ MIT ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് MIT നമ്മുടെ റെസ്യൂമിൽ വെക്കാൻ നമുക്ക് കഴിയും.